അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിക്ക് ഇപ്രകാരം ഒരു 8 അവകാശങ്ങളുണ്ട് എന്നുള്ളത് ഒരു പക്ഷേ അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ഞാൻ പറയാം ഏവയെല്ലാമാണ് ഈ 8 അവകാശങ്ങളെന്ന്. ഒന്നാമത്തേതായി, ഒരു അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിയെ സംബന്ധിച്ച് താൻ ഏത് ഗ്രൗണ്ടിലാണ് അല്ലെങ്കിൽ തനിക്കെതിരെ എന്ത് അലിഗേഷനാണ് ഉള്ളത് എന്ന് അറിയുവാനായിട്ടുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് ആ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ സംബന്ധിച്ച് തനിക്കെതിരെയുള്ള ഒഫൻസുകൾ അല്ലെങ്കിൽ കുറ്റാരോപണങ്ങൾ ഏതെല്ലാമാണ് എന്ന് അറിയുവാനായിട്ടുള്ള അവകാശമുണ്ട്. ഈ അവകാശം തീർച്ചയായും പോലീസിനോട് നിങ്ങൾക്ക് ചോദിച്ചറിയാവുന്നതാണ്. ഇനി രണ്ടാമതായി, ഏതെങ്കിലും കാരണവശാൽ ഈ പറയുന്ന വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് വാറണ്ടിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ആ വാറണ്ട് കാണുവാനായുള്ള ഒരു അവകാശം കൂടി ഈ അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിക്കുണ്ട്. ഞാൻ ഈ പറയുന്നതെല്ലാം DK ബസു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കേസിൽ വളരെ സ്പഷ്ടമായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൂടാതെ നമ്മുടെ ഭരണഘടനയിലും നമുക്ക് ഇത്തരം അവകാശം നൽകപ്പെട്ടിട്ടുണ്ട്. ഇനി രണ്ടാമതായി, നിങ്ങളെ ഏതെങ്കിലും കാരണവശാൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ നിങ്ങൾക്ക് 3 കൂട്ടരെ അറിയിക്കുന്നതിനുള്ള അവകാശ അധികാരങ്ങളുണ്ട്. അതിലൊന്നാമത് എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടുകാരെയാണ്. രണ്ടാമത് എന്ന് പറയുന്നത് നിങ്ങളുടെ സുഹൃത്തുക്കളെയാണ്. മൂന്നാമത് എന്ന് പറയുന്നത് നിങ്ങളുടെ അഭിഭാഷകരെയാണ്. ഈ 3 പേരിൽ ആരെയെങ്കിലും സെലക്ട് ചെയ്ത് അവരെ താൻ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന വിവരം അറിയിക്കേണ്ടത് കൺസേൺഡ് പോലീസിൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അത്തരം സാഹചര്യം ഉണ്ടായാൽ നിങ്ങൾ തീർച്ചയായും പോലീസിനോട് പറയുക, എനിക്ക് എൻ്റെ ബന്ധുക്കളോട് അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളോട് അല്ലെങ്കിൽ എൻ്റെ വക്കീലിനോട് എന്നെ ഇങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെട്ട് ഞാൻ തടങ്കലിലാണ് എന്നുള്ള കാര്യം പറയുവാനായി നിങ്ങൾ പോലീസിനോട് വളരെ മാന്യമായ രീതിയിൽ നിങ്ങൾ സംസാരിക്കുക. ഇനി മൂന്നാമതായി, നിങ്ങളെ ഏതെങ്കിലും കാരണവശാൽ പോലീസ് അറസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ അറസ്റ്റ് വിവരം നിങ്ങളുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും അല്ലെങ്കിൽ വക്കീലിനെയും അറിയിക്കേണ്ടത് പോലീസിൻ്റെ ഉത്തരവാദിത്തമാണ്, ചുമതലയാണ്. ഇനി മൂന്നാമതായി, നിങ്ങൾ ഏതെങ്കിലും കാരണവശാൽ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ നിങ്ങളെ പിന്നീട് അങ്ങോട്ട് 24 മണിക്കൂർ സമയത്തിനകത്ത് നിങ്ങളെ ബന്ധപ്പെട്ട മജിസ്ട്രേറ്റിൻ്റെ മുൻപിൽ ഹാജരാക്കേണ്ടുന്ന ചുമതല നിങ്ങളെ അറസ്റ്റ് ചെയ്ത പോലീസിന് ഉള്ളതാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ മറ്റൊരു അവകാശമാണ് നിങ്ങളെ കൺസേൺഡ് മജിസ്ട്രേറ്റിൻ്റെ മുൻപിൽ 24 മണിക്കൂറിനുള്ളിൽ ഹാജരാക്കുക എന്നുള്ളത്. അതിൽ യാത്രാസമയം എക്സ്ക്ലൂഡഡ് ആണ്. എന്നിരുന്നാലും 24 മണിക്കൂറാണ് അതിൻ്റെ സമയം എന്ന് പറയുന്നത്. ഈ സമയം കഴിഞ്ഞ് നിങ്ങളെ മജിസ്ട്രേറ്റിൻ്റെ അനുമതിയില്ലാതെ കസ്റ്റഡിയിൽ വയ്ക്കുവാൻ ഒരു പോലീസ് ഓഫീസർക്കും അവകാശം ഇല്ലാത്തതാണ്. ഇനി നാലാമതായി, നിങ്ങൾക്ക് ഒരു